കാൽവിൻ പെർഫ്യൂംസിന്റെ 33ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ തകർത്തു തുടങ്ങി. എല്ലായിടത്തും മഴയും കാറ്റും നാശനഷ്ടങ്ങളും ഒക്കെയാണ്. ന്യൂസ് കേട്ടാൽ ഇത് തന്നെയാണ്, പേപ്പർ വായിച്ചാൽ ഇത് തന്നെയാണ്. ഇപ്പൊ പെയ്യുന്ന മഴയാണെങ്കിൽ ഒരു ദിവസത്തെ മഴ എന്ന് പറയുന്നത് ഒരു മഴക്കാലത്ത് മൊത്തം പെയ്യുന്ന മഴ അങ്ങനെ തന്നെ ഒരു ദിവസമാണ് പെയ്യുന്നത്. അത്രയും നാശനഷ്ടങ്ങളും കെടുതികളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഞാൻ സബ്ജക്റ്റ് വിട്ടു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചു വന്നത് നമ്മുടെ മഴക്കാലം. ഈ മഴക്കാലത്ത് നമ്മുടെ പെർഫ്യൂംസ് ഏതാണ് നമുക്ക് നല്ലത് യൂസ് ചെയ്യാൻ പറ്റുക. മഴക്കാലത്തുള്ള ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോഞ്ചിവിറ്റി കൂടുതൽ കിട്ടും. ചൂടില്ലാത്ത കാരണം പെർഫ്യൂംസ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു സോഫ്റ്റ് ടു മീഡിയം സ്ട്രെങ്ത് ഉള്ള പെർഫ്യൂംസ് നമുക്ക് ധാരാളമായിട്ട് യൂസ് ചെയ്യാം. ലാസ്റ്റിങ് കിട്ടിക്കോളും. ഓഫീസിൻ്റെ അകത്താണെങ്കിലും ഈവൻ പുറത്താണെങ്കിലും മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് ലാസ്റ്റിങ് കിട്ടിക്കോളും. അങ്ങനെ ലാസ്റ്റിങ് കിട്ടുന്ന കുറച്ച് പെർഫ്യൂംസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ സാധാരണ രീതിയിൽ ഓരോ പെർഫ്യൂമും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇന്ന് ഞാൻ അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. കുറച്ചധികം പെർഫ്യൂംസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർഫ്യൂം എടുത്തിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസ് ആണെങ്കിലും അതിൻ്റെ നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അതിൽ ഒന്നാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് മോൺ ബ്ലാങ്കിൻ്റെ ലെജൻഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൺ ബ്ലാങ്കിൻ്റെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഭയങ്കര ഒരു വലിയ കമ്പനിയാണ്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് മോൺ ബ്ലാങ്കിന്റെ ഒരു പേന കൊതിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറയാറുണ്ട് 50,000 രൂപ മോൺ ബ്ലാങ്കിന്റെ ഒരു പേനയ്ക്ക് വിലയാണ്. അതുപോലത്തെ ഒരു ലക്ഷറി ബ്രാൻഡാണ് മോൺ ബ്ലാങ്ക്. അവരുടെ ലെജൻഡ് എന്ന് പറയുന്ന പെർഫ്യൂം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു പെർഫ്യൂമാണ്. ദെൻ ഫെൻഡിയുടെ ഫെൻഡി എന്ന് പറയുന്ന തന്നെ ഒരു പെർഫ്യൂം ഉണ്ട്. അത് ആക്ച്വലി വലിയ കോസ്റ്റ്ലി പെർഫ്യൂം ഒന്നുമല്ല, എങ്കിലും അതൊരു രസമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു പെർഫ്യൂമാണ്. അത് നമുക്ക് ഈ മഴക്കാലത്ത് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എൽവിയുടെ ലൂയി വിറ്റന്റെ ഇമാജിനേഷൻ സൂപ്പർ പെർഫ്യൂമാണ്. നല്ല എന്താ പറയുക, സിട്രസ് വൈബിലൂടെ വരുന്ന ഒരു പെർഫ്യൂമാണ്. നല്ല രസമുള്ള ഒരു പെർഫ്യൂമാണ്. നാലാമത്തത് സവാഷ്, ഡയറിന്റെ സവാഷ് ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. എപ്പോഴും അവരതിനെ ഭയങ്കര ഹൈപ്പ് പറയുന്ന ഒരു പെർഫ്യൂമാണ്. അടുത്തത് ക്രീഡ വാൻഡസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. അത് ഒരു ഭയങ്കര പ്രീമിയം പെർഫ്യൂമാണ്. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഞ്ചിവിറ്റിയാണ്. അപ്പം നമുക്ക് ഈ തണുപ്പത്ത് ഈ മഴക്കാലത്ത് ആ ലോഞ്ചിവിറ്റി നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ക്രീഡ വാൻഡസ്. അടുത്തത് ജാഗ്വാറിന്റെ ബ്ലാക്ക് ക്ലാസിക് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്. നല്ല രസമുള്ള പെർഫ്യൂമാണ്. രാവിലെ തൊട്ട് ഈവനിങ് വരെ നമുക്ക് അതിന്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാലഘട്ടത്തിൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ജാഗ്വാറിന്റെ ബ്ലാക്ക് ക്ലാസിക് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. അടുത്തത് ഷിനേലിന്റെ നമ്പർ 19 എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. അധികം ആളുകൾ യൂസ് ചെയ്യാത്തൊരു പെർഫ്യൂം ആയിരിക്കും നമ്പർ 19. അത് സിട്രസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അത് നല്ലൊരു സൂപ്പർ പെർഫ്യൂമാണ്. അടുത്തത് വേഴ്സാച്ചയുടെ ഡിലൻ ബ്ലൂ എന്ന് പറയുന്ന പെർഫ്യൂം. അതും അവരുടെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഈ ഡിലൻ ബ്ലൂവിന് ആക്ച്വലി മെയിൽ വേർഷനും ഉണ്ട്, ഫീമെയിൽ വേർഷനും ഉണ്ട് കേട്ടോ. ആണുങ്ങൾക്കും ഉണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ട്. പെണ്ണുങ്ങളുടെ പെർഫ്യൂം കുറച്ചും കൂടി ഒരു സ്വീറ്റ് പെർഫ്യൂം, ആണുങ്ങളുടെ കുറച്ചൊരു വുഡി നോട്ട്സിലേക്ക് വരുന്ന പെർഫ്യൂമാണ്. അടുത്തത് ഗുച്ചിയുടെയും ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഇതും ആക്ച്വലി മെയിൽ വേർഷനും ഉണ്ട്, ഫീമെയിൽ വേർഷനും ഉണ്ട്. രണ്ടും അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ജീൻ പോൾ ഗോൾട്ടിയറിന്റെ അൾട്രാമെയിൽ. ഞാനത് രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു ശരിക്കും അത്ര സോഫ്റ്റ് പെർഫ്യൂം ഒന്നും അല്ല, അത്യാവശ്യം ഒരു മീഡിയം ടു ഹെവിയിൽ വരുന്ന പെർഫ്യൂമാണ്. അടിപൊളി സ്വീറ്റ് പെർഫ്യൂമാണ്. നല്ലൊരു സ്പൈസി സ്വീറ്റ് പെർഫ്യൂമാണ്. നല്ലൊരു ലോഞ്ചിവിറ്റി ഉള്ള പെർഫ്യൂമാണ്. ഞാൻ ഈ ഒരു 10 പെർഫ്യൂം ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇച്ചിരി നീണ്ട വീഡിയോ ആയി പോയെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള പെർഫ്യൂം ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ വ്യത്യസ്ത പെർഫ്യൂമായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.